ഹലോ, സജീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവില്ലേ? ഇത് നമ്മുടെ കോഴിപ്പിടി, അതുപോലെ കുഞ്ഞിപ്പത്തൽ, കക്കറൊട്ടി അങ്ങനെയൊക്കെ പറയുന്ന പല പേരുകളിൽ അറിയപ്പെടുന്ന ഒരു വളരെ രുചികരമായിട്ടുള്ളൊരു വിഭവമാണ്. അപ്പോൾ ഇത് ഷേപ്പിലൊക്കെ ചെറിയൊരു വ്യത്യാസമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് എളുപ്പത്തിൽ എങ്ങനെ തയ്യാറാക്കും എന്നുള്ളതാണ് ഇന്നത്തെ റെസിപ്പി. അതിനായിട്ട് ഒരു ബൗളിൽ അരക്കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് ഒന്ന് തിളപ്പിക്കാം. വെള്ളം തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരക്കപ്പ് വറുത്ത അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. നല്ല അരിച്ച അരിപ്പൊടി ആയിരിക്കണം കേട്ടോ, കട്ടയും ഒന്നും പാടില്ല, അരിച്ചെടുത്ത അരിപ്പൊടി ആയിരിക്കണം. അത് അരിപ്പൊടി ചേർത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അധികം വാട്ടേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഇതൊരു ഭക്ഷണമായിട്ട്, ഒരു നേരത്തെ ഭക്ഷണമായിട്ട് കഴിക്കുകയാണെങ്കിൽ ഒരാൾക്ക് കഴിക്കാനുള്ളതേ ഉണ്ടാവുള്ളൂ. നമ്മളിതൊരു സൈഡായിട്ട് കഴിക്കുകയാണെങ്കിൽ ഇത് 2 പേർക്ക് കഴിക്കാനുള്ളതുണ്ടാവും. അപ്പോൾ ഇത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അല്പം ഒന്ന് ചൂടാറിയതിന് ശേഷം ചെറു ചൂടോട് കൂടെ കുഴച്ചെടുക്കാം. മാവ് ലൂസായി പോരുത്. ഈ അളവ് കറക്റ്റാണ്. അരക്കപ്പ് വെള്ളത്തിന് അരക്കപ്പ് അരിപ്പൊടി. കുറച്ച് ടൈറ്റായിട്ടുള്ളൊരു വിധത്തിലായിരിക്കണം. നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇത് പല വിധത്തിലും ചെയ്യും കേട്ടോ. ഇപ്പോൾ ഈ അരിപ്പൊടി കുഴയ്ക്കുമ്പോൾ അതിലേക്ക് പെരിഞ്ചീരകം, തേങ്ങ, ഉള്ളിയും കൂടെ അരച്ചത് ചേർത്ത് കുഴയ്ക്കും. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അറിയാലോ, തേങ്ങയും പെരിഞ്ചീരകം, ഉള്ളിയൊക്കെ ചേരുമ്പോൾ ഒരു ടേസ്റ്റ് ഭയങ്കര വ്യത്യാസമാണ്. അപ്പോൾ അതിലൊക്കെ കുറച്ച് സമയം എടുക്കുമല്ലോ. അപ്പോൾ ഇതിപ്പോൾ എളുപ്പപ്പണിയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ അരിപ്പൊടി മാത്രമാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് ചെറിയ ചെറിയ ഇതുപോലെ നീളത്തിലൊന്ന് ഷേപ്പ് നീളത്തിലാക്കിയതിന് ശേഷം കൊച്ചു കൊച്ചു പീസസ് എടുക്കാം. ഇനി അതൊന്ന് ഉരുട്ടിയെടുക്കണം. അപ്പോൾ ചെറുതാവും തോറും നമുക്ക് കഴിക്കാനൊരു സുഖം കിട്ടും. വലിയ വലിയ ഉരുളകളായാൽ നമുക്ക് കഴിക്കാൻ അത്ര ഒരു സുഖം തോന്നില്ല. അപ്പോൾ ഇതുപോലെ ചെറിയ പീസസ്സായിട്ട് അതിടുക. ഇനി അത് കയ്യിൽ വെച്ച്, കൈവെള്ളയിൽ വെച്ചിട്ട് ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഇത് ഷേപ്പിലൊക്കെ പല വ്യത്യാസങ്ങളുണ്ട്. ഞാനിപ്പോൾ ഇതുപോലെ ഉരുണ്ട മണികളായിട്ടാണ് ഇടുന്നത്. മിക്ക ആൾക്കാരും അത് വിരൽ വെച്ചൊന്ന് പതുക്കൊന്ന് അമർത്തി കൊടുക്കും. അപ്പോൾ ഒരു ചെറിയൊരു പത്തിരി പോലെ കിട്ടും. അല്ലെങ്കിൽ ചെറിയ ചെറിയ നീളത്തിലുള്ള കുഞ്ഞു കുഞ്ഞു പീസസ്സായിട്ട് അങ്ങനെ ഇടാം. അത് നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് ചെയ്യാം. ഞാനിപ്പോൾ ഇങ്ങനെ ചെറുതായിട്ട് ഉരുട്ടി ഒരു കുഞ്ഞി മുട്ടയുടെ ഷേപ്പിലാണ് എടുക്കുന്നത്. കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അത് അവരെ കൊണ്ട് ചെയ്യിക്കാം. അപ്പോൾ അവർക്കും ഭയങ്കര സന്തോഷമായിരിക്കും. കണ്ടോ, ഇതുപോലെ അങ്ങനെയാണ് സാധാരണ ചെയ്യുക. കുഞ്ഞിപ്പത്തൽ, കക്കറൊട്ടി അതൊക്കെ ഇങ്ങനെയാണ് സാധാരണ ചെയ്യുക. ഒരു വിരൽ വെച്ചൊന്ന് അമർത്തി കൊടുക്കും. അപ്പോൾ ഇഷ്ടമുള്ള പോലെയൊക്കെ ചെയ്യാം കേട്ടോ. അതൊക്കെ ടേസ്റ്റൊക്കെ ഒരുപോലെയൊക്കെ തന്നെയാണ്. അപ്പോൾ എല്ലാം ഉരുട്ടിക്കഴിഞ്ഞു. ഇനി ഇതവിടെ മാറ്റി വയ്ക്കാം. ഒന്ന് കവർ ചെയ്ത് വെക്കാം കേട്ടോ. ഇനി വേറെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ചെറിയ സവാള അരിഞ്ഞത് ഇട്ടുകൊടുക്കാം. സവാള കളറൊക്കെ മാറിയിട്ടുണ്ട്. അധികം ഉപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഇതിലേക്ക് ഒരു 7 അല്ലി വെളുത്തുള്ളി അല്ലി, സാധാരണ നമ്മുടെ നാടൻ വെളുത്തുള്ളി അല്ലി, പിന്നെ ഒരു 1/2 ഇഞ്ച് കഷ്ണം ഇഞ്ചി, ഒരു പച്ചമുളക്, ഇതൊക്കെ ഒന്ന് ചതച്ചത് ചേർത്ത് കൊടുക്കാം. അപ്പം അതിൻ്റെ ആ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർക്കാം. പെരിഞ്ജീരകം കൂടെ ചേർത്ത് ഒന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് പൊടികൾ ചേർക്കാനുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതിൽ ഇനി അടുത്തത് ചേർക്കാനുള്ളത് മല്ലിപ്പൊടിയാണ്. 1.5 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് മുളക് പൊടി ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ പച്ചമുളക് ചേർത്തിട്ടുണ്ട്, ഒരെണ്ണം ചേർത്തിട്ടുണ്ട്. പിന്നെ ഇനി ബാക്കി കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. അപ്പോൾ ആ കുരുമുളകിൻ്റെ ടേസ്റ്റാണ് ഇതിൽ കൂടുതലായിട്ട് നിൽക്കുന്നത്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർക്കാം. ഈ പൊടികളെല്ലാം ഒന്ന് ചൂടായതിന് ശേഷം ഇതിലേക്ക് ഇനി ഒരു മീഡിയം തക്കാളിയുടെ ഒരു 1/4 പീസ് മതി. അധികം ആവരുത്. ഒരു ചെറിയ പീസ് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ഒരു ചെറിയൊരു ഇതിന് വേണ്ടിയിട്ട് ഒരു 1/4 പീസ് ചേർത്തിട്ടുണ്ട്.
ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കാം. 1/4 ടീസ്പൂണും കുറച്ചുകൂടെ കൂടുതൽ ചേർക്കാം കേട്ടോ. അതിനാണ് ഞാനവിടെ ഒരു പ്ലസ് സൈൻ ഇട്ടിട്ടുള്ളത്. എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം കവർ ചെയ്ത് 1-2 മിനിറ്റ് നല്ലോണം തിളപ്പിക്കാം. അപ്പോൾ നന്നായിട്ട് തിളച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചിക്കൻ പീസസ് ചേർത്ത് കൊടുക്കാം. ബോൺലെസ് ചിക്കൻ പീസസാണ് 200 ഗ്രാം എടുത്തിട്ടുണ്ട്. ഇത് ബ്രസ്റ്റ് പീസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ചെറിയ പീസസായിട്ട് കട്ട് ചെയ്തിട്ട് കഴുകി വാർത്ത് വെച്ചതാണ്. അപ്പോൾ ചിക്കനും കൂടെ ചേർത്ത് എല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് കവർ ചെയ്ത് ഒരു 15 മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം. 15 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കുമ്പോൾ ഗ്രേവി കുറച്ചൊക്കെ വറ്റിയിട്ടുണ്ടാവും. ഇനി കൂടുതൽ വറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്ത് അല്ലെങ്കിൽ 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് വേണം ഈ അരിപ്പൊടിയുടെ മണികൾ ചേർക്കാനായിട്ട്. അപ്പോൾ അത് ആ ഗ്രേവിയിൽ കിടന്നിങ്ങനെ ആ മസാലയൊക്കെ നന്നായിട്ട് ആ മണികളിൽ പിടിക്കണം. ഇനി ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നേരം ഒന്ന് കുക്ക് ചെയ്യാം മൂടി വെച്ചിട്ട്. അപ്പോൾ നോക്കുമ്പോൾ നല്ല ഗ്രേവിയൊക്കെ അതിങ്ങനെ കുഴഞ്ഞൊരു പരുവത്തിലായിട്ടുണ്ടാവും. ആ അരിപ്പൊടിയുടെ ആ മണികളിലൊക്കെ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും. ഉപ്പും എരിവും എല്ലാം പിടിച്ചിട്ടുണ്ടാവും. ഇനി ഇതിലേക്ക് കുറച്ച് വേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നെ കുരുമുളക് പൊടി, കുരുമുളക് ഇങ്ങനെ ചതച്ച കുരുമുളക് പൊടിയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. അപ്പോൾ ഞാനൊരു 1/4 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ വരെ ചേർക്കാം. അപ്പോൾ ഞങ്ങൾക്ക് ഈ ഒരു എരിവ് പാകത്തിനാണ് ഒരു 1/4 ടീസ്പൂൺ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. അപ്പോൾ ഇത് ശരിക്കുള്ള പിടി, കോഴിയും പിടിയും എന്നൊക്കെ പറഞ്ഞാൽ ഈ അരിപ്പൊടിയുടെ മണികൾ തേങ്ങാപ്പാലിൽ 2-ാം പാലിൽ വേവിച്ച് പിന്നെ അത് 1-ാം പാലിൽ വറ്റിച്ച് അതും പിന്നെ കോഴി നല്ല വറുത്തരച്ച കറി ഇങ്ങനെ നല്ല കുഴഞ്ഞ പരുവത്തിൽ അതും കൂട്ടി കഴിക്കാനൊക്കെ ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ ഇത് കറിയിലിട്ടിട്ടുള്ള രീതിയാണ് ഇത്. അപ്പം അങ്ങനെ പല രീതിയിലും നമ്മൾക്ക് തയ്യാറാക്കാം. അപ്പം ഇത് ഏറ്റവും എളുപ്പത്തിലുള്ളൊരു രീതിയാണ് ഇത്. അപ്പം ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കിക്കോളൂ. ചിക്കനൊക്കെ കറി വയ്ക്കാൻ എടുക്കുമ്പോൾ അതിൽ നിന്നൊരു പീസ് മാറ്റി വെച്ചിട്ട് നമുക്ക് ഇത് ചെയ്തു നോക്കാം. വളരെ എളുപ്പമല്ലേ? അപ്പം ഇത്രയും ടേസ്റ്റുള്ളൊരു വിഭവം കഴിച്ചില്ലെങ്കിൽ ഭയങ്കര നഷ്ടം തന്നെയാണ്. അപ്പോൾ ഇതറിയാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഞാൻ അധികം ഇപ്പോൾ പറയാറില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. താങ്ക് യു.